തുടക്കത്തിലെ പറയാം, ഇത് ആരിഫ് ഹുസൈനുള്ള മറുപടിയല്ല, മറിച്ച് ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. സാഗുതം വീക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. നിങ്ങളൊരു ഫ്ലൈറ്റിൽ പോകുന്നു, നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു എതിരെ ഒരാള് ജുബയൊക്കെ ഇട്ട് ഇതേപോലെ താടിയും വെച്ച് മീശല്ലാതെ ഒരാൾ നടന്നു വരികയാണ്. നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സാധനം ഓടൂല്ലേ? ഇല്ലേ? അങ്ങനെ മനസ്സിലൂടെ ഓടുകയോ? കേരളം കണ്ട ഏറ്റവും വലിയ സ്ഫോടനമാണ് കളമശ്ശേരി സ്ഫോടനം. പ്രതി മാർട്ടിനാണ്. ജുബയില്ല, താടിയില്ല, മീശ ഒട്ടും തന്നെ ഇല്ല. പിന്നെ ജുബ ഇട്ടവരെ കാണുമ്പം താടിയുള്ള മീശ കുറഞ്ഞ ആളുകൾ കാണുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ആരിഫ് ഹുസൈനെ. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പോകുന്നതാണ്, ഒറ്റക്കും അല്ലാതെയും പോകാറുണ്ട്. വളരെ ഹൃദ്യമായ സ്വീകരണമാണ്. എന്ന് മാത്രമല്ല, എന്നെ തിരക്കി വീട്ടിലേക്ക് തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ട പലരും വരുന്നതും ഞാനതൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. അങ്ങനൊന്നുമില്ല ആരിഫ് ഹുസൈനെ, അങ്ങനൊന്നുമില്ല, അങ്ങനെ ധരിക്കണ്ട. പിന്നെ ഒരു തിന്മ ചെയ്യുന്ന ആളുടെ വേഷം കണ്ടിട്ട് മൊത്തവൽക്കരിക്കുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ അങ്ങനെ താടിയും തൊപ്പിയൊക്കെ കാണുന്നവരിൽ മനുഷ്യർക്ക് ചില പ്രതീക്ഷകളുണ്ട് കേട്ടോ. പ്രതീക്ഷകളുണ്ട് മനുഷ്യർക്ക്. അതായത് ഒരുപാട് ആരാധനാലയങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റ് സമൂഹങ്ങൾ ഒരു കത്തുമായി വരാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രതീക്ഷയുടെ നാമ്പുണ്ട് എന്ന് മനസ്സിലാക്കി വരാറുള്ളത് പള്ളി കവാടങ്ങളിലല്ലേ? തീർച്ചയായിട്ടും ഉറപ്പല്ലേ? അതിന് സംശയമുണ്ടോ? ആരിഫ് ഹുസൈനെ പോലെ സംശയമുണ്ടോ? ആരിഫ് ഹുസൈൻ അടക്കം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അതായത് ഒരു പെരുന്നാൾ വന്നാലും ഒരു വെള്ളിയാഴ്ച വന്നാലും എന്തെങ്കിലും ഒരു കിഡ്നി രോഗിയോ ഒരു ക്യാൻസർ രോഗിയോ അവർക്ക് 10 രൂപ കിട്ടണമെങ്കിൽ ഒരു മുസൽമാന്റെ മുമ്പിൽ ചെന്നാൽ കിട്ടുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷ ഉള്ളത് കൊണ്ടല്ലേ കാതങ്ങൾ താണ്ടി മനുഷ്യർ ഈ പള്ളി കവാടങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു മനസ്സ് മുസൽമാൻ ഉണ്ട് എന്ന് ആരിഫ് ഹുസൈനെ അറിയാം. പിന്നെ വിമർശനം കൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കാണിച്ചാൽ ആരിഫ് ഹുസൈൻ കണ്ടു കേട്ടോ. 80 കുഞ്ഞുങ്ങളെ ദത്തെടുത്തവരാ. 80 കുഞ്ഞുങ്ങളെ. പക്ഷെ അവരിൽ ഒരാള് പോലും ജീവിച്ചിരിപ്പില്ല. മുഹമ്മദ് ബസീഖ്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി മുഹമ്മദ് ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമാണ് അദ്ദേഹം ദത്തെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ആരിഫ് ഹുസൈനെ താടിയുണ്ട്, മീശ കുറവാണ്. അപൂർവ രോഗങ്ങൾ ബാധിച്ച് മരണം കാത്തിരിക്കുന്ന, ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെടുന്ന, ഉറ്റവരാരും അടുത്തില്ലാത്ത കുഞ്ഞുങ്ങളെ തേടി അയാളെത്തും. അവരുടെ ഫോസ്റ്റർ ഫാദർ ആകും. ദത്തെടുക്കുന്ന കുഞ്ഞുങ്ങളെ തന്റേതെന്ന് കരുതി ഹൃദയം കൊണ്ട് കെട്ടിപ്പിടിക്കും. ചിലർക്ക് കാഴ്ചയുണ്ടാകില്ല, ചിലർക്ക് ചലിക്കാനാകില്ല. എങ്കിലും മുഹമ്മദ് അവരോട് സംസാരിക്കും, ഇറുക്കി പിടിക്കും, തോളിൽ കിടത്തി ഉറക്കും. നിനക്കൊപ്പം ഈ യാത്രയിൽ ഞാനുമുണ്ടെന്ന് അവരുടെ കാതിൽ പറയും. ഈ ലോകത്ത് ഒരു കുഞ്ഞും സ്നേഹം കിട്ടാതെ മരിക്കരുത്, അത് മാത്രമാണ് അയാളുടെ ആവശ്യം. 1989 ഭാര്യ ഡോണുമായി ചേർന്നാണ് മുഹമ്മദ് ആദ്യത്തെ കുഞ്ഞിനെ ദത്തെടുക്കുന്നത്. നട്ടെല്ലിന് ഗുരുതര രോഗം ബാധിച്ച ഒരു കുഞ്ഞി പെണ്ണ്. 1991 ജൂലൈ 4 അവൾ അവരെ വിട്ടുപോയി. അന്ന് അവർ തീരുമാനിച്ചതാണ് ഇനിയുള്ള ജീവിതം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാകുമെന്ന്. വികലാംഗരായ സ്വന്തം മകനും ആ തീരുമാനത്തിന് അവർക്കൊരു പ്രചോദനമായിരുന്നു. ലോസ് ആഞ്ചലസ് കൗണ്ടിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി സർവീസസുമായി സഹകരിച്ചായിരുന്നു ഇരുവരുടെയും പ്രവർത്തനം. 2014 ഭാര്യയുടെ മരണത്തോടെ ആരോരുമില്ലാത്തവരുടെ വേദന അയാളെ കൂടുതൽ വേട്ടയാടാൻ തുടങ്ങി. കണ്ടല്ലോ ആരിഫ് ഹുസൈനെ, മുഹമ്മദ് എന്നാണ് പേര്. താടിയുണ്ട്, അങ്ങ് പറഞ്ഞതുപോലെ വളരെ മീശ കുറഞ്ഞൊരു മനുഷ്യൻ. ആരിഫ് ഹുസൈനോട് ചോദിക്കാനുള്ളത്, എന്തെങ്കിലും ഹൃദയം തുറന്നത് കേൾക്കാൻ അവസരം കിട്ടിയാൽ 40 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചല്ലോ, എന്താണ് സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്? എന്താണ് സമൂഹം അങ്ങിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ആരിഫ് ഹുസൈനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആരിഫ് ഹുസൈനോടൊപ്പം ചേർന്നാൽ അയാളൊരു യൂട്യൂബ് തൊഴിലാളിയാകുമെന്നതിനപ്പുറത്തേക്ക് ലോകത്തിന് എന്താണ് അദ്ദേഹത്തെ കൊണ്ടുള്ള ഗുണം? ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സൽസ്വഭാവമാണ് നന്മ ഹാബിറ്റ് ആവുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള വിശേഷ ദിവസങ്ങളുണ്ട്. ചില വിശേഷ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം പത്രത്തിൽ കുടിച്ച കള്ളിൻ്റെ കണക്ക് 800, 1000 ഒക്കെ ആയിരിക്കും കൂടി. എന്നാൽ ഈ ഒരു വിശുദ്ധമായ റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് ദാനം കൊടുത്ത ഫിത്ർ സക്കാത്തിൻ്റെയും അല്ലാതെയും ദാനം കൊടുത്തതിൻ്റെ കണക്ക് പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ച് ഞങ്ങൾ കണ്ടു കാണും. 400 കോടിയിലധികമാണ്. അതായത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു വിഹിതം മറ്റൊരാൾക്ക് പങ്കുവെക്കുക എന്നുള്ളത്. ഇതൊക്കെ ഏത് ആശയം കൊണ്ട് കിട്ടുന്നതാണ്? അതുകൊണ്ട് ആരിഫ് ഹുസൈനോട് പറയാനുള്ളത്, എന്തെങ്കിലും തുറന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കിയ മതത്തിൻ്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാം മത നാമധാരിയായ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവനായി അടച്ചാക്ഷേപിക്കുമ്പോൾ ആരിഫ് ഹുസൈനേക്കാൾ ഏറ്റവും മഹത്തരമായ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. നിർഗുണന്മാരായതല്ല, ലോകത്തിന് ഗുണമുള്ള 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ എന്തെങ്കിലും ചിന്തിക്കുക, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും തോറും എൻ്റെ മരണാനന്തരവും എന്നെ കേട്ടിരിക്കുന്ന മനുഷ്യർ
അവർ രാവും പകലും ഇസ്ലാമിനെ വിമർശിച്ച് യൂട്യൂബ് വരുമാനം കിട്ടുമെന്നതിനപ്പുറത്തേക്ക് ലോകത്തിന് അവരെ കൊണ്ട് ഒരു പുൽനാമ്പിൻ്റെ ഗുണം പോലും ലഭിക്കാനില്ല എന്നുള്ളതാണ്. പിന്നെ താടിയും തൊപ്പിയും തലപ്പാവും ഒക്കെ തീവ്രവാദത്തിൻ്റെ സിംബലായി ക്ലീശയായിട്ട് നിങ്ങൾ കാലാന്തരങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആരിഫ് ഹുസൈന് ശേഷം മറ്റൊരാളെ ഏറ്റെടുക്കുമെന്നതിനപ്പുറത്തേക്ക് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ജീവിച്ചു വരുന്നു എന്നതിന് പോലും ഒരു അടയാളം പറയാനൊരു നന്മ പോലും ഈ ലോകത്ത് ശേഷിപ്പിക്കാതെയുള്ള യാത്രയായിരിക്കാം. ഒരുപക്ഷെ ഉമ്മ പോയ ലോകത്തേക്ക് നിങ്ങളും പോകേണ്ടതാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത് പടച്ചവനാണ് നമ്മളെ ജനിപ്പിച്ചതും അവനാണ് നമ്മളെ മരിപ്പിക്കുന്നതും. നമ്മൾ ചെയ്യുന്ന ഓരോ പോയിന്റുകളും അവൻ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. നാം അവശേഷിപ്പിച്ചിട്ട് പോയതും അവൻ എഴുതി വെക്കുക തന്നെ ചെയ്യും. അവശേഷിപ്പിച്ച് പോയത് നമ്മളിവിടെ ഒരു തിന്മയുടെ നാമ്പാണിയെങ്കിൽ അതിൽ പിടിച്ച് പിന്നാലെ വരുന്ന മനുഷ്യർ അവർ ചെയ്യുന്ന തിന്മയുടെ എല്ലാം പരിണിതഫലം നമ്മളിലേക്ക് മടങ്ങുമെന്നൊരു ബോധം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അപ്പം നല്ലത് വന്ന് ഭവിക്കട്ടെ എന്ന്, ഹിദായത്തിൻ്റെ വഴി തുറക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.